കുട്ടികൾക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ശാന്തികൃഷ്ണയ്ക്ക് ഒരു വേറെ ലെവൽ ഓഫ് ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് ഫിലിം ഫീൽഡിൽ അങ്ങനെയൊക്കെ. ഈ ആക്ച്വലി പിള്ളേരല്ല അത് എഴുതിയത്, ആ. അത് എൻ്റെ പ്രിൻസിപ്പൾ ആയിരുന്നു, സ്കൂൾ പ്രിൻസിപ്പൽ. ഓ അതെ അതെ, അദ്ദേഹത്തിൻ്റെ വേർഡിങ്സ് ആയിരുന്നു മേക്ക് ആർട്ട് ആസ് യുവർ കരിയർ എന്ന്. അന്നൊക്കെ ഐ വാസ് ജസ്റ്റ് എ ഡാൻസർ, ആ ഐ മീൻ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യായിരുന്നു. ഡാൻസ് ക്ലാസ്സിൽ ഐ മീൻ മറ്റേ സ്കൂളിൽ ഇന്റർ സ്കൂൾ ഡാൻസിങ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ അതിൽ പോയിട്ട് ഞാനായിരുന്നു സ്കൂളിന് വേണ്ടി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത് പ്രൈസസ്. സോ ദേ ന്യൂ മീ ആസ് എ ഡാൻസർ. പക്ഷെ അപ്പോൾ ആക്ടിങ് ഐ ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് അറ്റ് ഓൾ. അപ്പോൾ ഒരു വിധത്തിലും അവർക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആക്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോന്നോ സിനിമയ്ക്ക് പോവുമെന്നോ ഒന്നുമില്ല, ഈവൻ പ്രിൻസിപ്പൾ ഇൻക്ലൂഡഡ്. ഓക്കെ ഓക്കെ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ എഴുതിയതാ, അങ്ങനെ മേക്ക് ആർട്ട് ആസ് യുവർ കരിയർ. ഐ ഡോണ്ട് നോ വാട്ട് ഹി ഹാഡ് ഇൻ ഹിസ് മൈൻഡ് ആ സമയത്ത്. കാരണം അത് ഒരുമാതിരി എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ അത് വളരെ കറക്റ്റായി വന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതാണല്ലോ എനിക്ക് ചാൻസ് വന്നത് തന്നെ. ആൻഡ് അതും ത്രൂ ഡാൻസ് ആണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഈ ഒരു ടൈമിംഗ് എന്ന് പറയില്ലേ, അതുപോലെ എൻ്റെ ഡെസ്റ്റിനി സാർ എഴുതിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. സോ ഇന്നും അതുകൊണ്ടാണ് ഞാനത് ഓർക്കുന്നത്, മേക്ക് ആർട്ട് ആസ് യുവർ കരിയർ എന്ന് പറഞ്ഞപ്പോൾ വിത്തൗട്ട് മൈ നോളജ് ഇറ്റ് ബിക്കേം മൈ കരിയർ. എന്താ ലൈഫിൽ മിസ് ചെയ്തു എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്ത് ഒരു നഷ്ടബോധം പോലെ തോന്നിയിട്ടുള്ളത് എന്താ? അത് പറയാമോ? ധൈര്യമായിട്ട് പറഞ്ഞു. ആണോ? എനിക്കൊരു നല്ല ലൈഫ് പാർട്ട്ണർ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. ശരിക്കും? പിന്നെ എനിക്ക് 2 കല്യാണമായിട്ടും എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം പോലെ എനിക്കൊരു ലൈഫ് പാർട്ട്ണർ വന്നില്ലല്ലോ എന്നൊരു വിഷമം ഇസ് ദെയർ. അതൊരു മിസ്സിങ് തന്നെയാണ് എൻ്റെ ലൈഫിൽ. ബിക്കോസ് എൻ്റെ ആസ് എ പേഴ്സൺ എനിക്കറിയാം എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും, ലൈക്ക് നമുക്ക് കൊടുക്കാനായിട്ട്. പക്ഷേ അങ്ങനെ ഒരാളെ എൻ്റെ ലൈഫിൽ എന്നെ മനസ്സിലാക്കി എൻ്റെ ലൈഫിൽ ആരും വന്നില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. സോ യാ, അത് പിന്നെ ലൈഫിൻ്റെ ഒരു പാർട്ട് ഓഫ് ലൈഫ്. ലൈഫിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് എന്താ വിചാരിക്കുന്നത്? എൻ്റെ മക്കൾ തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ ഫാമിലി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആ ഫാമിലിയിൽ ജനിച്ചത് തന്നെ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ്. പിന്നെ എൻ്റെ അച്ഛനെ ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മക്കൾ ഓഫ് കോഴ്സ് ആർ ദ ട്രഷേഴ്സ് ഫോർ മീ. അവരില്ലെങ്കിൽ ഞാനില്ല, അതുപോലെയാണ്. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു മോട്ടിവേഷൻ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സോ എൻ്റെ ഒരു അസറ്റാണ് അവർ. എപ്പോഴെങ്കിലും അങ്ങനെ ഇപ്പോൾ ഡെസ്പായിട്ടിരിക്കുന്ന അമ്മേനെ മക്കൾ വന്നിട്ട് എൻകറേജ് ചെയ്ത സന്ദർഭങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. എസ്പെഷ്യലി മൈ സൺ. അവൻ ഭയങ്കരമായിട്ട് അവൻ്റെ എന്തെങ്കിലും നമ്മളത് അഡ്വൈസ് കേൾക്കുമ്പോഴോ എന്തെങ്കിലും പറയും. രണ്ടുപേരും ഭയങ്കര മെച്ചുവേർഡാണ്. ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ് അങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ബി സോ സീരിയസ്, എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്, അതൊക്കെ വിട്ടുകളാ, ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ അമ്മയ്ക്ക് അവരുടെയൊക്കെ സ്വഭാവം. ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് വിഷമമാണെങ്കിലും അപ്പോൾ ഉടനെ ഞാൻ അവരെ വിളിച്ചാൽ പറയാം. കാരണം എനിക്ക് അങ്ങനെ ഒരു പാർട്ട്ണർ ഇല്ലല്ലോ എനിക്ക് പറയാൻ. സോ എനിക്ക് മക്കളല്ലേ ഉള്ളൂ ആ സമയത്ത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ദേ ഓൾസോ അണ്ടർസ്റ്റാൻഡ് മീ വെരി വെൽ. അവർക്ക് അറിയാം അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അവരുടെ അമ്മയുടെ ലൈഫിൽ എന്തൊക്കെ അമ്മ സംഭവിച്ചിട്ടുണ്ട്. സോ അവരും ആ രീതിയിൽ എന്നെ കാണും. എൻ്റെ അടുത്ത് അവർ ഇപ്പോഴത്തെ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്ന പോലെ തന്നെ എന്നെ അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഇറ്റ്സ് വെരി നൈസ് ടു ഹിയർ ദാറ്റ് ഓൾസോ. അപ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. അവരായിട്ട് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഐ എം ഹാപ്പി. അതുകൊണ്ട് ഇപ്പം നെക്സ്റ്റ് മന്ത് ഞാൻ പോവാണ് US-ലോട്ട്. അങ്ങോട്ടേക്ക്. കാരണം ഒരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാൻ ഒരു എന്താ പറയുക സർപ്രൈസ് ആയിട്ട് വന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഈ വർഷം പോകാൻ പറ്റുമോ സംശയിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സർപ്രൈസ് ആയിട്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് ഒരു ഓഫർ വന്ന് ഒരു സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് ഒരു കൺവെൻഷൻ മീറ്റ് ചെയ്യാൻ ചെല്ലണം എന്ന്. ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇപ്പം നെക്സ്റ്റ് മന്ത് ഐ എം ഗോയിങ്. ഇപ്പം സ്ക്രിപ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്താ ആലോചിക്കുന്നത്? ആരും കൊണ്ടുവരുന്നില്ല സ്ക്രിപ്റ്റ്, എവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ? സെലക്ട് ചെയ്യാൻ സ്ക്രിപ്റ്റ് വേണ്ടേ? there is no role for ശാന്തി കൃഷ്ണ anymore. അല്ല അങ്ങനെയൊന്നുമില്ല, റോൾസ് ഒക്കെ വരും. അല്ല സത്യമായിട്ടും ഇല്ല, ഐ എം നോട്ട് ജോക്കിംഗ്. ബിക്കോസ് ഞാൻ ഇൻഫാക്ട് കുറേ പേരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ മിക്ക പടങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലേതാ പെണ്ണുങ്ങൾ, ഞങ്ങളുടെ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾ അതുപോലത്തെ റോൾസ് ആരാ ഇപ്പോൾ ചെയ്യുന്നത്? ദർ ഇസ് നോബഡി. കാരണം അങ്ങനത്തെ റോൾസ് ഇല്ല. ഇപ്പോൾ ദ മൂവി ട്രെൻഡ് അങ്ങനെയാണ് ഒന്നാമത്. പിന്നെ അങ്ങനെ അവർ എഴുതുന്നില്ല റോൾസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഏത് പടം നോക്കിയപ്പോൾ നമുക്ക് ജഗദീഷ്, അശോകന്, വിനീത്, മനോജ് ഇവരെല്ലാവരും ഉണ്ട് എല്ലാ പടത്തിലും. ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ആണുങ്ങൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഒരു പെണ്ണുങ്ങളും ചെയ്യുക. അമ്മ റോൾ മാത്രം ശാന്തി കൃഷ്ണൻ ചെയ്യുന്ന അങ്ങനെ ഇല്ലല്ലോ. ക്യാരക്ടർ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദർ ആർ സോ മെനി റോൾസ്. ഇപ്പോൾ ഈക്വാലിറ്റി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഒരു ലോയറോ അല്ലെങ്കിൽ എന്തിനാ പോലീസ് കമ്മീഷണർ ആവാം, അല്ലെങ്കിൽ പിന്നെ ഒരു മന്ത്രി ആവാം,
അല്ലെങ്കിൽ ഒരു എനി അതർ ക്യാരക്ടർ എന്തുകൊണ്ട് പെണ്ണായിക്കൂടാ? ഇപ്പോൾ അപ്പോൾ അവർക്ക് അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നില്ല ചോദിച്ചിട്ടുണ്ട് ഞാൻ. അല്ല എഴുതാം മാഡം, എഴുതാം. ഞാൻ പറഞ്ഞു അപ്പോഴേ വരുള്ളൂ പടങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ പടം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ സീരിയലിലോട്ടും വെബ് സീരീസിലോട്ടും പോകാൻ തോന്നുന്നത്. ബിക്കോസ് അതിൽ ഫീമെയിൽ ക്യാരക്ടറിന് വെയിറ്റ് ഉണ്ട്. ഇപ്പം നമുക്കൊരു സീരിയൽ ആണെങ്കിലും ഒരു നോവൽ എന്തെങ്കിലും കിട്ടാൻ, പണ്ട് ഞാൻ ചെയ്ത പോലെ മോഹപക്ഷികളും മറ്റേ കുതിരകള് പിന്നെ ചാബല്യം പോലത്തെ അതിലൊക്കെ ഞാനായിരുന്നു അതിന്റെ മെയിൻ ക്യാരക്ടർ. സോ ദ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും നിങ്ങൾ കാണുമ്പോൾ സീരിയൽസിലും വെബ് സീരീസും ഒക്കെ വരുമ്പോൾ അവരാണ് അതിൽ മെയിൻ. അപ്പോൾ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ലൈക്ക് ദാറ്റ് ഓൾസോ. ഇപ്പോൾ സിനിമയെക്കാട്ടിലും കൂടുതൽ നമുക്ക് ചിലപ്പോൾ അതിനോടായിരിക്കും ഇപ്പോൾ താല്പര്യം ചെയ്യാൻ. കാരണം ആസ് എൻ ആക്ടർ നമുക്കൊരു ചാലഞ്ചിങ് ക്യാരക്ടേഴ്സ് വരുന്നത് എങ്ങനെയാ, എവിടെയാ? അല്ല സിനിമയിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് എഴുതുകയാണെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റും. എത്ര വേഴ്സറ്റൈൽ ആക്ടേഴ്സ് ആണെന്ന് എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾക്കും അതുപോലെ റോള് തരൂ, അപ്പൊ ഞങ്ങളും കാണിച്ചു തരാം ഞങ്ങളും വേഴ്സറ്റൈൽ ആണെന്ന്. ഇല്ലേ, അങ്ങനെയല്ലേ? എപ്പോഴും ക്രൂര അമ്മ. ഞാനിപ്പോ ഒരെണ്ണം ചെയ്തില്ലേ, മച്ചാന്റെ മാലാഖ, അതില് ക്രൂരമായ അമ്മായിമ്മ തന്നെയാ. പക്ഷേ ഞാൻ ചുമ്മാ ഒരു ചേഞ്ചിന് വേണ്ടി അവർക്ക് എന്താന്ന് വെച്ചാൽ ആ ക്യാരക്ടറിനെ ദേ ഫെൽറ്റ് ശാന്തി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത്ര ക്രൂരയാവും എന്ന് വിചാരിക്കില്ല ഓഡിയൻസ്. അതുകൊണ്ടാണ്. പക്ഷെ അവർ അങ്ങനെ ആണല്ലോ. ആര് ലൈഫിലെ പാട്ട് തോന്നുമ്പോ ഒക്കെ പാടും. കുട്ടികള് താരാട്ടുപാട്ട് ശാന്തികൃഷ്ണ പാടുന്നത് കേട്ടിട്ടാണോ ഇറങ്ങിയത്? അങ്ങനെയില്ല, അങ്ങനെ അവർക്ക് പാട്ട് ഇഷ്ടമായിരുന്നു. അവരെ പാട്ട് പാടി ഉറക്കുന്നൊരു അങ്ങനെയൊന്നും സിനിമ സ്റ്റൈലൊന്നും ഇല്ല. പാട്ടൊക്കെ ഞങ്ങൾ പാട്ടൊക്കെ വെക്കും ഇതില്, ഞാനും കൂടെ മൂളും, അങ്ങനെയൊക്കെ ഉള്ളു. ഞാനായിട്ട് ഇങ്ങനെ താരാട്ട് പാട്ട് ഒക്കെ എനിക്ക് ഓർമ്മയില്ല അങ്ങനെയൊക്കെ പാടിയിട്ട്. അങ്ങനെ ഫിൽമി പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അത് ലൈഫ് മാത്രമുള്ള ഫിലിമായിട്ട് പോയത്. ഏറ്റവും അധികം പാടുന്ന പാട്ട് ഏതാ? അങ്ങനെയൊന്നുമില്ല. ഞാൻ മോസ്റ്റ്ലി ഹിന്ദിയാണ് എൻ്റെ വായിന്ന് വരുന്ന പാട്ടുകൾ. ഇപ്പൊ ഏറ്റവും അധികം പ്ലേലിസ്റ്റുള്ള ഹിന്ദി പാട്ട് ഏതാ? എനിക്ക് പണ്ടത്തെ പാട്ടുകളായിരുന്നു കൂടുതലും ഇഷ്ടം. പിന്നെ ചിലപ്പോൾ നീ പോപ്പ് മ്യൂസിക് കേൾക്കും. അപ്പോൾ എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് എഡ് ഷീറൻ്റെ സഫയർ എന്ന് പറഞ്ഞൊരു പാട്ട്. അത് പിന്നെ കാലം സ്കോട്ടിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. യു ആർ ദ റീസൺ എന്ന് പറഞ്ഞ പാട്ട്, ബെൻസൺ ബൂണിൻ്റെ പാട്ടുകൾ, അങ്ങനെയൊക്കെ കുറേ എനിക്ക് ഇഷ്ടമാണ്. ഇവരുടെ ഒക്കെ പിള്ളേർ പറഞ്ഞ് കേൾക്കും. അയ്യേ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. അതൊരു വളിച്ചു പോയൊരു പാട്ടാണത്. ആണ്, പക്ഷെ അത് കേട്ടിട്ട് മടുത്ത് തന്നെ. അതൊന്നുമല്ല. ഇപ്പൊ ലേറ്റസ്റ്റ് എഡ് ഷീറനും അരിജിത് സിംഗും കൂടെ പാടിയത് ആ പാട്ട് കേട്ടിട്ടുണ്ടോ? സഫയർ എന്ന് പറഞ്ഞത് നല്ല രസമാണ്. അപ്ഡേറ്റഡ് സിംഹമാണല്ലോ. നമ്മുടെ മലയാളത്തിലെ റാപ്പ് പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? ഇല്ല, എനിക്ക് റാപ്പിനോട് വലിയ ഇതില്ല. പിന്നെ ഹിന്ദിയിലെ ചിലപ്പോൾ ഒക്കെ ബാദ്ഷയുടെ ഒക്കെ കുറച്ചൊക്കെ വരുമ്പോൾ ഒക്കെ കേൾക്കും എന്നല്ലാതെ എനിക്ക് റാപ്പിനോട് വലിയ താല്പര്യമില്ല. എല്ലാ റാപ്പും ഇഷ്ടമല്ല. ചിലത് മേ ബി ചിലപ്പോൾ കേൾക്കും. പിള്ളേരെ എന്തെങ്കിലും അമ്മ ഇത് കേട്ട് നോക്കും എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ഓക്കെ തോന്നും. ചിലത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുമല്ലോ, ഗംഗ്നം സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും പോവും. അതുപോലെ ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പാട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ ഒരു രസം തോന്നും, അപ്പോൾ കേൾക്കും. പക്ഷെ അതാ പറഞ്ഞത് നമ്മള് അത്രയ്ക്ക് എനിക്ക് റാപ്പ് മാത്രം. അരിജിത് സിംഗിന്റെ പാട്ടുകൾ കേൾക്കുമോ? പിന്നെ അരിജിത്തിന്റെ എല്ലാ പാട്ടുകളും കേൾക്കും. ഏറ്റവും ഇഷ്ടമുള്ള അരിജിത്തിന്റെ പാട്ട് ഏതാ? എനിക്ക് മറ്റേ ബ്രഹ്മാസ്ത്രയുടെ പാട്ട് ഇഷ്ടമാണ്. ലിറിക്സ് അറിയുന്ന ഹിന്ദി പാട്ട് ഏതാ? യൂഷ്വലി പഴയ പാട്ടുകളാണ്. ഒരു പഴയ പാട്ട് പാടി കേൾക്കട്ടെ. ആദ്യം കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഞാൻ പണ്ട് വേണുഗോപാലിന്റെ കൂടെ ഞങ്ങൾ ഷോനൊക്കെ പോയിട്ടുണ്ട്, മറ്റേ US-ലും ഒക്കെ. അപ്പൊ ഞാൻ സ്റ്റേജിൽ പാടിയ പാട്ടാണ് ആപ് കെ നസറോനെ സംജ. അത് പിന്നെ ലഗ്ജാഗലെ, അങ്ങനെ കുറെ. പിന്നെ പാടാൻ പറ്റുമോ ഇപ്പൊ? തൊണ്ട പോയി. മിൽ ഗയി മൻസിൽ മുझे आपकी नजरों ने समझा. അത്ര പോരെ? മതി. മതി. लग जा गले के फिर ये हंसी रात हो न हो, शायद
फिर इस जन्म में मुलाकात हो न हो, लग जा गले ए, ए. പൊളി പൊളി